പൈസ വല്ല ഇട്ടിട്ട് പോണേ അണ്ണ. അണ്ണ പൈസ ഇട്ടിച്ച് പോണേ. നന്ദിയുണ്ടണ്ണ. സാറേ നന്ദിയുണ്ട് സാറേ. അപ്പാ നീ എന്നെ സഹായിക്കണേ. ലോട്ടറി അടിച്ചാൽ ഞാൻ ഇനിയും സഹായിക്കാം, വേറെ ആരും അറിയണ്ട. എടാ പന്നെ എടുക്കടാ പൈസ. അയ്യോ അയ്യോ, ഇന്ന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഒരു കാശ് പോലും കിട്ടിയില്ല. അതൊക്കെ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അയ്യോ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. എടുക്കടി പൈസ. ഡാ ഓട്ടേടാ തെണ്ടി. അതെ, നമ്മളിങ്ങനെ തെണ്ടി നടന്നാൽ മതിയോ? പോരാ, നമുക്ക് നാളെ മുതൽ മോഷ്ടിക്കാൻ പോവാം. ഓ അതല്ലെന്നേ, നമുക്ക് നല്ലൊരു വീട് വെക്കണ്ടേ? ആവശ്യമായ പണം കയ്യിലുണ്ടല്ലോ. എടി പതൊക്കെ പറ. തെണ്ടി കൂട്ടിയതൊക്കെ തൊണ്ടി മുതലായി പോലീസുകാർ കൊണ്ടുപോകും, നാട്ടുകാർ തല്ലിക്കൊല്ലും. നമുക്ക് ചെലവാക്കാമടി. എന്റെ അണ്ണ, നമുക്ക് വേറെ നാട്ടിൽ പോയി വീട് വാങ്ങാം. പണം വന്നോണ്ടിരിക്കുകയല്ലേടി, വാങ്ങാം. എടോ നേരം വെളുക്കണ്ടായോ, പോകാൻ നോക്ക്. അയ്യോ മുതലാളിയെ കണ്ടതുകൊണ്ട് നിന്നതാ, നീ വാ. പൈസയുടെ കാര്യം ചോദിക്കണം. സാറിവിടെ കാണുമോ? എന്താ ചേട്ടാ? എന്താ ചേട്ടാ ഒരു പ്രയാസം പോലെ? ആരെയാ നോക്കുന്നേ? മുതലാളിക്ക് തീരെ സുഖമില്ല. ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് ആളുമില്ല, ഇവിടെ കാശുമില്ല. മുതലാളിയുടെ മകൻ ഇവിടെ ഇല്ലേ? അവനിവിടെ ഇല്ല, ബോംബെക്ക് പോയിരിക്കുക. എന്ന് വരുമെന്നറിയില്ല. ചിലവിന് തന്നിട്ട് പോയ പണവും തീർന്നു. പെട്ടെന്നാ ബോധക്ഷയം വന്നത്. എന്തു ചെയ്യും ഈശ്വര? നിർത്ത. എന്റെ കയ്യിൽ കാശൊന്നുമില്ല. നിന്റെ കയ്യിൽ വല്ലതുമുണ്ടോ? മുതലാളിയുടെ മകൻ വന്നിട്ട് വാങ്ങിത്തരാം. എന്താ ചേട്ടാ, നമ്മളൊക്കെ അയൽവാസികളല്ലേ, പണത്തിന്റെ കാര്യം പിന്നെ നമുക്ക് ആലോചിക്കാം. എടി കയ്യിലുള്ളത് താ. ചേട്ടാ ഇത് കയ്യിൽ വെച്ചോ. ഡോക്ടറെ, മുതലാളിക്ക് എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല. BP അല്പം കുറഞ്ഞതാ. ഇന്ന് വൈകിട്ട് എന്നെ ഡിസ്ചാർജ് ചെയ്യാം. പണം അടച്ചോളൂ. ഓ, അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ. ഓ. സഹോദര, നിങ്ങൾ വന്നല്ലോ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലായിരുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു ചേട്ടാ? 5000 രൂപ അടയ്ക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഞാൻ എവിടെ പോകാനാ? മകനെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. ചേട്ടൻ പേടിക്കണ്ട, ഞങ്ങൾ പണം കൊണ്ടുവന്നിട്ടുണ്ട്. ടോക്കൺ 12 ജമീല ബീവി. എങ്ങനെയുണ്ട് മുതലാളി? എടോ തന്നോടല്ലേ പറഞ്ഞത് ഇവിടെ വന്ന് ശല്യപ്പെടുത്തരുതെന്ന്. മുതലാളിയോട് സഹായം ചോദിച്ച് വന്നതല്ല. മുതലാളി ആശുപത്രിയിൽ കിടന്നപ്പോൾ കാശ് തന്ന് സഹായിച്ചത് ഇവരാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ മുതലാളിയോട് പറയാത്തതാ. അതൊന്നും പറയണ്ട ചേട്ടാ. മുതലാളിമാർ എറിഞ്ഞു തന്ന കാശ് തന്നെയാ ഞങ്ങളുടെ കയ്യിലുള്ളതും. അത് അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാ ഞങ്ങൾ അത് ചെയ്തത്. ആ അപ്പൊ ഞാനും തെണ്ടേണ്ടി വന്നല്ലേ. ചക്രമാണല്ലോ മുതലാളി നമ്മളെ തെണ്ടികളാക്കുന്നതും മുതലാളിയാക്കുന്നതും. മനുഷ്യൻ മാറിയാലും ചക്രം ചക്രം തന്നെ. ചക്രം വിചിത്രം.